അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചക്കപ്പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചക്ക, ഒരു പഴഞ്ചക്ക ഞാൻ വിരകി വെച്ചതാണ്. ഒരു ചക്ക ഫുള്ളായിട്ട് വിരകി വെച്ചതാണ്. കുറച്ചൊക്കെ കഴിക്കുകയും ചെയ്തു ചക്ക വിരക്. ഇത് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ചിട്ടിട്ട് ചക്കപ്പായസം ഉണ്ടാക്കുകയാണ്. ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെറുപയർ പരിപ്പും ഇടുന്നുണ്ട്. അപ്പോൾ 8 അച്ച് ശർക്കരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ചക്ക വിരകി എപ്പോഴും ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മതിയാവും. ഇനി 250 ml കപ്പിന് ഒരു അര കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഇനി ഞാനിത് 2 നാളികേരത്തിൻ്റെ പാലും, ഒരു മീഡിയം നാളികേരത്തിൻ്റെ 2 നാളികേരത്തിൻ്റെ പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഞാൻ ആദ്യം ഉരുക്കാൻ വെക്കുകയാണ്. 250 ml കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഉരുക്കി എടുക്കണം. പിന്നെ വേണ്ടത് ആ ചെറുപയർ പരിപ്പിനെ ഒന്ന് കഴുകിയിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പഴയ ഉരുളികളാണ്, അതുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ ആദ്യത്തെ 2ാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പരിപ്പ് വേവിച്ചെടുക്കണതാണ്. നാളികേരത്തിൻ്റെ 2ാം പാലാണ്. ആദ്യത്തെ പാൽ അവിടെ വെച്ചിട്ടുണ്ട്, അത് അവസാനം ഒഴിക്കാനും. ഇത് നല്ലോണം ഇളക്കിയിട്ട് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുത്ത് അടച്ച് അവിടെ വെക്കുക. ഇപ്പോൾ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. ഏകദേശമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ചക്ക ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ചക്ക കുറേ നേരം ഇളക്കേണ്ട ഒരാവശ്യമല്ല, കാരണം ഞാൻ ചക്ക വിരകി വെച്ചതാണല്ലോ. അപ്പോൾ അത് കുറേ പ്രാവശ്യം അങ്ങനെ കുറേ നേരം ഗ്യാസിലിട്ട് വിരകി വെച്ചാണ്. അപ്പം ഇനി നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിക്കുക. പിന്നെ നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാണ്ട്. ഇനി ഞാൻ ഈ ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 അച്ചും കൂടി ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് ശർക്കര ആദ്യം ഞാൻ വിരകിയപ്പോൾ ഒഴിച്ചു ഇട്ടിട്ടുണ്ട്. ചക്ക വിരകിയപ്പോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല മധുരമുള്ള പഴഞ്ചക്കയാണ് ഞാൻ വിരകി വെച്ചത്. പിന്നെ ഞാൻ സൂക്ഷിച്ച് വെക്കാനൊന്നും വിരകിയതല്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിരകിയതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യമൊക്കെ ഞാൻ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിക്കാൻ പാകത്തിനുള്ള മധുരം ചക്ക വിരകിൽ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കൂടുതൽ സമയം ഞാൻ ഇളക്കണമൊന്നുമില്ല. ഒന്ന് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം നാളികേരപ്പാലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്ക് ചുക്ക് എന്നാണല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുക. ചുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഇഞ്ചി നല്ലോണം കട്ടി കുറച്ച് ചെത്തിയിട്ട് അവിടെ വെച്ചിട്ട് പൊടിച്ചാൽ ചുക്ക് പൊടിയാവും. വേണമെങ്കിൽ ചെറിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം എൻ്റെ അടുത്ത് പൊടിച്ചതില്ല, അതുകൊണ്ട് അപ്പം ഇന്ന് ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ 1ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. 2ാം പാലിലാണ് ചെറുപയർ ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് തുള്ളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കും. കൂടുതൽ തിളക്കരുത്. നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളക്കാൻ പാടില്ല. ഒന്നിങ്ങനെ തുള്ളി വന്നാൽ ഒന്ന് തുള്ളിട വരെ ഞാൻ തിളപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് എടുത്തേക്കാനൊന്നുമില്ല, എന്നാലും ഒന്ന് തുള്ളണം എന്നാണ്. ഒന്ന് തുള്ളി കഴിഞ്ഞതിന് ശേഷം ഓഫാക്കിയിടുക. പിന്നെ ഏലക്കായി ചുക്കുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശരിക്കും നാളികേരക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതിൽ പായസത്തിൽ ആദ്യം നെയ്യൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ചുക്ക് പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ജീരകം പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടിച്ചിട്ടൊക്കെ കുറേ പണിയെടുക്കണം. അതിന് മടിച്ചിട്ട് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും വേണ്ടത് ഇതിൽ നാളികേരക്കൊത്താണ്. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നാളികേരക്കൊത്താണ്. പക്ഷെ അതിനിപ്പോൾ പണിയെടുക്കണം, അതിനൊരു മടി. ഇനിയിപ്പോൾ 2 നാളികേരം ഉള്ളത് പൊളിച്ചത് പാലാക്കി ഇനിയിപ്പോൾ നാളികേരം വേറൊന്ന് പൊളിച്ചെടുക്കുകയൊക്കെ വേണം. അതിനൊക്കെ മടിയാണ്. അതിന് ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുക. ഇതിലേറെയൊക്കെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നാളികേരക്കൊത്താണ്. ശർക്കര ഇട്ടിട്ട് ചക്കപ്പായസം ഉണ്ടാക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും തന്നെയാണ് ടേസ്റ്റ്. ഞാൻ എൻ്റെ മടിയോണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. ഏതായാലും ഇത് അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നപ്പോൾ മുന്തിരി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഞാനിത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ആ നെയ്യോട് കൂടി ഒഴിക്കുക. ആദ്യത്തിലൊന്നും ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല. പായസത്തിൽ ശർക്കര ഒഴിച്ചപ്പോഴൊന്നും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ഈ 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അപ്പം നല്ലൊരു അടിപൊളി ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനിയൊക്കെ ഒന്ന് നാമച്ച് നോക്കട്ടെ. വേറെ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കട്ടെ. ഇതിൻ്റെ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും കുട്ടികളിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും, പേരമക്കളെ മോൻ്റെ കുട്ടികളെ. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കും. അത് ഞാൻ കുറേ പറഞ്ഞേക്കുമ്പോൾ ഒന്ന് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നോക്കി ഇങ്ങനെ നിൽക്കും. ഒരു കസേര അല്ലെങ്കിൽ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അങ്ങനെ നോക്കിക്കും എൻ്റെ അടുത്ത്. അപ്പോൾ അവർക്കൊക്കെ കുറേശ്ശെ കുടിക്കാൻ കൊടുക്കട്ടെ. അപ്പം ഞാനിനി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.